പിന്നെ ഇന്നു മുതല് ചില ബന്ധുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ മനു കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയെ കാണണമെന്ന് കരുതിയിട്ടൊന്നും അല്ല. നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞ് അത് ചോദിക്കാനാ വരുന്നത്. അവരെന്തെങ്കിലും ചോദിച്ചാ മിണ്ടാതിരുന്നാ മതി. ഇത്രയും കാലം ഈ കുടുംബത്തിലുള്ള ആരുടെയും മുഖത്ത് നോക്കി അവരൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ അതിനുള്ള അവസരം അവർക്കുണ്ടല്ലോ. അമ്മേ, ഏട്ടന്റെ കാര്യമൊക്കെ മനുവിനും സാർ ചേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം. ഏട്ട പണ്ട് മുതലേ അങ്ങനെയാ. അതിപ്പോ പുരാണ കാലം മുതലേ അയാൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാലും ആങ്ങള തന്നെയല്ലേ. അമ്മ വിളിക്കുമ്പം മോളൊന്ന് പറഞ്ഞേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം. നിന്റെ കുഞ്ഞി നിന്നോടൊപ്പം തന്നെ വേണം. പേരക്കുട്ടിയോട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ, ഒരു കണക്കിന് പറഞ്ഞ ഈ കല്യാണം കൊണ്ട് അതല്ലേ ഉള്ളു നേട്ടം. എന്താ സർ? നിങ്ങളല്ലേ ഹരി? അതെ. നിങ്ങളുടെ പേരിലൊരു പരാതി ഉണ്ടല്ലോ. പരാതിയോ? സാറേ, ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ജീവൻ വല്ലതും പറഞ്ഞുകൊണ്ടാണ്. അവൻ ഭയങ്കര പെരുങ്ങളെന്ന. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് രാമകൃഷ്ണൻ. ആ, നിങ്ങളുടെ മോളല്ലേ വീണ? അതെ സാറേ. പരാതി ഒന്ന് വീണയാ? അവരെ കൊണ്ടൊന്ന് വിളിച്ചേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓ, ഞാൻ വിളിക്കണ നീ വിളിക്കുവോ? അമ്മാവൻ വിളിക്ക. ഞാൻ വിളിക്കാം. വീണേ, വീണേ, വരൂ സർ. വീണേ. ആ, മോളിങ് വന്നേ. പാമോളെ ചെല്ലും മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മോളുടെ ആരാ? അച്ഛൻ. അച്ഛനമ്മയെ ഉപദ്രവിക്കാറുണ്ടോ? പറമോളെ, മോളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മയെ തല്ലാറുണ്ടോ? കല്യാണിമോള് ഭാഗ്യമുള്ളവളാ. അതുകൊണ്ടാ ഇത്രയും നല്ല അച്ഛനും മോൾക്ക് കിട്ടിയത്. മോളൊരിക്കലും അച്ഛനെ വിട്ട് പോവരുത് കേട്ടോ. ആര് വന്നാലും പോവരുത്. സാറേ, അവളെ ഇവര് പേടിപ്പിച്ചിട്ടുണ്ട് സാറേ. അയ്യോ, ഞങ്ങളാ? മോളെ, അങ്കിള് ചോദിച്ചതിന് മറുപടി പറ. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ ആരെയും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ കൂടുതൽ ബഹളമൊന്നും വെക്കണ്ട. അമ്മ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. എപ്പോഴും അമ്മ ബഹളം വെക്കുകയും ചെയ്യും, വഴക്കിടുകയും ചെയ്യും. മോള് പോയിക്കോ. സാറേ, ഇവര് കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം. എനിക്കെതിരെ സംസാരിക്കാം. അയ്യോ, ആര്? പരാതിയെ കുറിച്ച് ഇവരറിയുന്നത് ഇപ്പോഴല്ലേ? പിന്നെ എങ്ങനെയാണോ നേരത്തെ പഠിച്ചു വെച്ചു എന്ന് പറയുന്നത്? സാറേ, അത് പിന്നെ ഒരു പരാതി കിട്ടിയാ
അത് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയാ. എല്ലാവരോടും സംസാരിച്ച് ഈ കുടുംബത്തിന്റെ ഏകദേശ ചിത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താനെങ്ങനെ നിഷ്കളങ്കം ചമയാൻ ശ്രമിക്കണ്ട. പിന്നെ സ്വത്തിന്റെ അവകാശത്തിന്റെ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലേ എടാ, ആ കുഞ്ഞിനുള്ള ബോധം പോലും ആ കേറിപ്പോയവർക്ക് ഇല്ലല്ലോ. അമ്മാവൻ വീണയോട് വഴക്കിനൊന്നും പോണ്ട. ഹ, എന്ത് വഴക്ക്? ഇതിന് പരിഹാരമോ വേണ്ടേ?